ശബരിമല മകരവിളക്ക് നാളെയാണ്. തിരുവാഭരണ ഘോഷയാത്ര വടശ്ശേരിക്കര പിന്നിട്ടു. വഴി നീളെ വൻ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. ഘോഷയാത്ര ഇന്ന് വൈകിട്ട് ലാഹ വനംവകുപ്പ് സത്രത്തിൽ തങ്ങും. നാളെ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് സോപാനത്തെത്തും. മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ തമ്പടിക്കുന്നതിനാൽ വലിയ സുരക്ഷയാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. മണിക്കൂറിൽ 5000-ഓളം തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടുന്നത്. അരുൺ പാറയ്ക്കൽ സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, തിരുവാഭരണ ഘോഷയാത്ര എപ്പോഴാണ് സന്നിധാനത്ത് എത്തിച്ചേരുക? എന്തൊക്കെ ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്? ഇപ്പോഴും വലിയ തിരക്കാണ് ശബരിമലയിൽ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, തിരുവാഭരണ ഘോഷയാത്ര നാളെ രാവിലെ കാനനപാതയിലേക്ക് കടക്കും. നാളെ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപാണ് സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരുക. ഇപ്പോൾ ഇവിടെ പർണശാലകളൊക്കെ കെട്ടി സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു വ്യൂ പോയിന്റിലാണ്, പാണ്ടിത്താവളത്തുള്ള വ്യൂ പോയിന്റിലാണ്. ഇവിടെ 10,000-കണക്കിന് ആളുകൾ ഈ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ പർണശാലകൾ കെട്ടി 2 ദിവസം മുൻപ് തന്നെ വിരിയൊക്കെ വെച്ച് ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളും ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 10 വ്യൂ പോയിന്റുകളാണ് സന്നിധാനത്ത് പ്രധാനമായും ഉള്ളത്. അതിലൊരു വ്യൂ പോയിന്റാണ് പാണ്ടിത്താവളം. ഈ 10 വ്യൂ പോയിന്റിലും സുരക്ഷാ സന്നാഹങ്ങൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. വനം വകുപ്പും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും ദേവസ്വം ബോർഡും ഒക്കെ സംയുക്തമായാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നത്, അത് വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇങ്ങനെ പർണശാലകൾ കെട്ടി തമ്പടിക്കുന്ന തീർത്ഥാടകർക്ക്, അയ്യപ്പന്മാർക്ക്, അവർക്ക് ഇന്നും നാളെയുമായി, അതായത് 14, 15 തീയതികളിൽ സൗജന്യമായി അന്നദാനവും നൽകുന്നുണ്ട്. അതായത് നേരത്തെ നിശ്ചയിച്ചു നൽകിയിരുന്ന അന്നദാനത്തിന് പുറമെയാണ് ഇത്രത്തോളം വരുന്ന ആളുകൾക്ക്, ഈ തീർത്ഥാടകർക്ക് അന്നദാനവും നൽകുന്നത്. എന്തായാലും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഒരുക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ റോഡിലൊക്കെ, ഇത് പാണ്ടിത്താവളത്ത് നിന്ന്, അതായത് പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന ആളുകൾ വരുന്ന റോഡാണ്. ആ റോഡിലൊക്കെയാണ് ഇപ്പോൾ അയ്യപ്പന്മാർ വിരിവെക്കുന്നത്. അയ്യപ്പന്മാർക്ക് അത്തരത്തിലുള്ള ഒരു പരാതിയുമുണ്ട്. അതായത് വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ശബരിമലയിൽ ഒരുക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് ഒറീസ, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 2 ദിവസം മുൻപ് തന്നെ അവർ ഇവിടെ പർണശാലകളിൽ തമ്പടിച്ചിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് ഇവിടെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. സോപാനത്തെ കഴിഞ്ഞ് 2 ദിവസമായി തിരക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ മുതൽ സോപാനത്തും തിരക്ക് അനുഭവപ്പെടുന്നു. 5000-ലധികം ആളുകൾ 18-ാം പടി ഒരു മണിക്കൂറിൽ ചവിട്ടുന്നു. ഇതുവരെ 45,000-ഓളം ആളുകളാണ് 18-ാം പടി കയറിയിരിക്കുന്നത്. 5000-ഓളം ഭക്തരാണ് ഒരു മണിക്കൂറിൽ 18-ാം പടി ചവിട്ടുന്നത്. സോപാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്കുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. സന്നിധാനത്തും അയ്യപ്പന്മാരുടെ തിരക്ക് കൂടി വരുന്നു എന്നാണ് അരുൺ പാറയ്ക്കൽ ശബരിമലയിലെ സന്നിധാനത്ത് നിന്നും നമുക്ക് നൽകുന്ന വിവരം.